ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. എല്ലാവരെയും നമ്മളുടെ ഇന്നത്തെ ഗീതാ രഹസ്യം എന്ന ഭഗവത്ഗീതയുടെ 18 ദിവസത്തെ ഈ സെഷനിലെ 5-ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മുടെ ഈ 5-ാമത്തെ ദിവസത്തെ സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് 5-ാമത്തെ ദിവസമാണ്. 5-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്ന ഈ 5-ാമത്തെ അധ്യായം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. സോ നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുൻപ് സാധാരണ എല്ലാ ദിവസവും നമ്മൾ പറയാറുള്ളത് പോലെ ആർക്കെങ്കിലും പുതിയതായിട്ട് വന്ന ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ 4 വിഷയങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഒരുപക്ഷെ ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ ആൾക്കാർ ഇന്ന് കുറച്ച് കുറവായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇലക്ഷനൊക്കെ ഉള്ളത് കാണണോ, അതുകൊണ്ട് എന്തോ ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാർ കുറവാണ്. എങ്കിലും ആർക്കെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കുമോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്തൊക്കെയാണ് എന്ന്? ഹരേ കൃഷ്ണ.
ആരെങ്കിലും ദയവായിട്ടൊന്ന് മുൻപോട്ട് വന്നിട്ട് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത 4 പോയിന്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നലെ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളിൽ എന്തെങ്കിലും പോയിന്റ് പറയാൻ സാധിക്കുമോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ആ, പറഞ്ഞോട്ടെ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇന്നലെ ജ്ഞാനയോഗത്തിനെ പറ്റിയിട്ട് പറയണ്ടായി. ഓക്കെ. അതായത് എറ്റേണൽ എഡ്യൂക്കേഷൻ, അത് വന്ന ചെയിൻ, അതായത് ആർക്ക് പറഞ്ഞു കൊടുത്തു, അതെങ്ങനെയാണ് എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് ഭഗവാൻ സുപ്രീം കോർട്ട് കൃഷ്ണ വിവസ്വാന് പറഞ്ഞു കൊടുത്തു, വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുത്തു, മനു ശ്രാവുവിന് പറഞ്ഞു കൊടുത്തു. അതിൽ മനു എന്ന് പറയുന്നത് ഫാദർ ഓഫ് മാൻകൈൻഡ് ആണ്. അതായത് മനുഷ്യൻ എന്റെ ഉറവിടം എന്ന് പറയുന്നത് മനുവിൽ നിന്നാണ്. അങ്ങനെയാണ് മനു മാൻ ആ ഒരു വേർഡ് വന്നത്, അങ്ങനെയാണ്. പിന്നെ സമ്പ്രദായത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർ സമ്പ്രദായ, വെരി ഗുഡ്. ബ്രഹ്മ സമ്പ്രദായ, ശ്രീ സമ്പ്രദായ, രുദ്ര സമ്പ്രദായ, കുമാര സമ്പ്രദായ, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഭു. വെരി ഗുഡ്, വളരെ സന്തോഷം മാതാജി. സുനി മാതാജി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്? ഞാൻ കോഴിക്കോട്ട് നിന്നാ പ്രഭു. കോഴിക്കോട്. ഓക്കെ, വളരെ സന്തോഷം മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഇന്നലെ റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, പുതുതായിട്ട് വന്ന ആരും ഇല്ലെങ്കിൽ, നേരത്തെ കണക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ സാധിക്കുമെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. പറഞ്ഞോട്ടെ മാതാജി പറഞ്ഞോളൂ. ഇല്ല, മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. അതായത് ശ്രുതി, അപ്പൊ ഇയേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഈ എറ്റേണൽ എഡ്യൂക്കേഷൻ, ഇപ്പൊ മാതാജി പറഞ്ഞ പോലെ ആക്യുറേറ്റ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് അത് 3 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എല്ലാ വഴികളും ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. എന്തിനാണ് ഒരുപാട് ഗോഡ്സിനെ ആരാധിക്കുന്നത്? പിന്നെ വർണ്ണാശ്രമധർമ്മത്തിന്റെ ചൂഷണത്തെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. ആർ റിമൂവിങ് റിയാക്ഷൻ ദെൻ എ സാക്രിഫൈസ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, രുക്മിണി മാതാജിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ പറയാ പ്രഭു, രാഗഭയ ക്രോധങ്ങളെ മറികടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഇതും പറഞ്ഞായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, നല്ലൊരു പോയിന്റ് ആണത്. യെസ്, ഓക്കെ. ഇനി അടുത്ത ലെസൺ 3 ആണത്, പറയണോ പ്രഭു? അടുത്ത ലെസൺ ലെസൺ 3 റിമൂവിങ് റിയാക്ഷൻ കുറിച്ച്. അത് കർമ്മം 3 തരമാണെന്ന്, കർമ്മം അതൊക്കെ. പിന്നെ 4-മത്തത് സാക്രിഫൈസ്. ഓക്കെ, അതിനെ കുറിച്ച്, യജ്ഞം ചെയ്യുന്നതിനെ കുറിച്ച് അല്ലേ? യജ്ഞം എങ്ങനെയാണ് ചെയ്യേണ്ടത്, യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എന്നും അത് നോട്ടൊക്കെ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. സോ നമ്മൾ ഇന്നലെ റിവിഷൻ ഓഫ് യെസ്റ്റർഡേയ്സ് ക്ലാസ്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇയേഴ്സ് എന്ന 4 പോയിന്റിനെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും പറഞ്ഞു. അതിനെ കുറിച്ചിട്ട് എറ്റേണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു. പരമ്പരാ സിസ്റ്റത്തെ കുറിച്ചിട്ട് ഒരു യഥാർത്ഥമായ നോളജ്, അല്ലെങ്കിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ മിസ്ഗൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഏതാണ്ട് 800-ൽ പരം ഭഗവത്ഗീത ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ 800-ൽ പരം ഭഗവത്ഗീത മാർക്കറ്റിൽ അവൈലബിൾ ആണ് എങ്കിലും ശ്രീല പ്രഭുപാദിന്റെ എഴുതിയ ഈ ഒരു ഭഗവത്ഗീത ഇറങ്ങിയതിന് ശേഷം അടുത്ത 4 വർഷം കൊണ്ട് ഈ അമേരിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ ദേശങ്ങളിലും അതുപോലെ തന്നെ ഭാരതത്തിലും ഒരു വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ കോളിളക്കം ഇൻ ദ സെൻസ് ഒരു വലിയൊരു പ്രഭാവം ആ ഭഗവത്ഗീതയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. മറ്റു പല ഭഗവത്ഗീതകളും പല സ്ഥലങ്ങളിലും ഇരുന്ന് പൊടി പിടിച്ചിരിക്കുമ്പോൾ ഈ ഭഗവത്ഗീത
ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ, എത്രയോ ഭാഷകളിൽ, ഏതാണ്ട് 90ഓളം ഭാഷകളിൽ അതിനെ പരിഭാഷപ്പെടുത്തുകയും അത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അത് എറ്റേണൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു സനാതനമായ ആ ശാശ്വതമായ ജ്ഞാനത്തിന്റെ ഒരു പ്രഭാവമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഗുരു പരമ്പര സിസ്റ്റത്തിൽ കൂടി വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടായി. വെരി ഗുഡ്, വളരെ സന്തോഷം നിങ്ങൾ ആ കോൺട്രിബ്യൂഷൻ നൽകിയതിൽ. അതുപോലെ തന്നെ ആക്യുറേറ്റ് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 3 പോയിന്റിനെ കുറിച്ചിട്ട് രാധിക മാതാജി അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. റിമൂവിങ് റിയാക്ഷൻസ്, 3 തരത്തിലുള്ള കർമ്മം, കർമ്മം, വികർമ്മം, അകർമ്മം എന്ന് പറയുന്ന 3 തരത്തിലുള്ള കർമ്മങ്ങൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. സാക്രിഫൈസ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ സാക്രിഫൈസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. സോ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ സാക്രിഫൈസ് എന്താണ്? ഒരു യഥാർത്ഥമായ സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ അതിൽ പറയുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അതായത് എന്താണ് ഞാൻ എൻ്റെ കർമ്മമാണോ ഞാൻ സാക്രിഫൈസ് ചെയ്യേണ്ടത്, അതോ കർമ്മത്തിന്റെ ഫലമാണോ സാക്രിഫൈസ് ചെയ്യേണ്ടത്? അപ്പൊ എന്താണ് യഥാർത്ഥ സാക്രിഫൈസ്? നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയൊരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാജാവായിരുന്നു. ആ രാജാവ് സന്യാസം സ്വീകരിച്ച് അദ്ദേഹം വനാന്തരങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. സോ അങ്ങനെ വനാന്തരങ്ങളിൽ പോയ ആ ഒരു സന്യാസി അദ്ദേഹം വനങ്ങളിൽ കൂടി നടന്ന് പോകുമ്പോൾ അതിന് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടായി. അത് ആ രാജാവിന്റെ പേര് ക്ഷികധ്വജ എന്നാണ്. ക്ഷികധ്വജ എന്ന് പറയുന്ന രാജാവ് എല്ലാം റിനൗൺസ് ചെയ്തിട്ട്, എല്ലാം ത്യജിച്ചതിന് ശേഷം തന്നെ രാജകീയ സൗകര്യങ്ങളും രാജകീയമായ സൗഖ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് വനത്തിൽ വന്ന് സന്യാസം സ്വീകരിച്ച് അദ്ദേഹം എല്ലാം ത്യജിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ, പക്ഷെ അതിന് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട് മനസ്സിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നില്ല. അങ്ങനെ കുറെ നാളുകൾ ഇങ്ങനെ അദ്ദേഹം കാടുകളിൽ കൂടി അലഞ്ഞ് നടന്നതിന് ശേഷം അദ്ദേഹം മറ്റൊരു സന്യാസിയെ കാണാനിടയാകുമ്പോൾ ആ സന്യാസിയെ കാണുമ്പോൾ വളരെ ശാന്ത സ്വഭാവമായിട്ട്, വളരെ പീസ്ഫുൾ മൈൻഡ്, അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു അപ്പിയറൻസ് ഇദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിൽ അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ശാന്തനായിട്ടിരിക്കാൻ സാധിക്കുന്നത്? ഞാൻ ഇത് ശ്രമിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ കുറച്ചു കാലമായിട്ട് ഞാനിങ്ങനെ വനത്തിൽ വന്നിട്ട് ഇങ്ങനെ തപസ്സനുഷ്ഠിച്ച്, അല്ലെങ്കിൽ യോഗയും കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ നാമജപവും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ പ്രയത്നങ്ങൾ ചെയ്തതിന് ശേഷവും എനിക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. അങ്ങേക്ക് ഇത് എങ്ങനെ സാധിച്ചു എന്ന് അദ്ദേഹം ആ സന്യാസി വര്യനോട് ആരായുകയാണ്. ക്ഷികധ്വജ എന്ന് പറയുന്ന ആ രാജാവ്. അപ്പോൾ ആ സന്യാസി വര്യൻ തിരിച്ച് ചോദിക്കും, എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ, നിങ്ങൾ ആരാണ്, എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞാൻ ക്ഷികധ്വജനാണ്. ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ക്ഷികധ്വജനോ, അതാരാണ്, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ പ്രദേശമെല്ലാം ഭരിച്ചിരുന്ന ഞാൻ രാജാവായിരുന്നു. ക്ഷികധ്വജൻ എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ ഒരു വലിയ പ്രഭാവശാലിയായ രാജാവായിരുന്നു. എനിക്ക് ഇത്രമാത്രം ആനയുണ്ടായിരുന്നു, ഇത്രയും വലിയ സൈന്യം ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് സ്വത്തുക്കളും സമ്പാദ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, എനിക്ക് ഇത്ര ഭാര്യമാരുണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹം പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ കുറെ നേരം അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്ലോറിഫിക്കേഷൻ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റേ സന്യാസി വര്യം പറയും, ഒരു നിമിഷം ഒന്ന് നിർത്തിയായിട്ട്, നിങ്ങൾ ഏതാണ്ട് അരമണിക്കൂറായിട്ട് താങ്കളെക്കുറിച്ച് തന്നെ താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, താങ്കളുടെ ഗുണഗാനങ്ങൾ അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് നിങ്ങളുടെ ഡിസ്റ്റർബൻസിനുള്ള കാരണം. കാരണം അദ്ദേഹം പൊസഷൻസ് എല്ലാം ത്യജിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ അദ്ദേഹം ത്യജിച്ചുവെങ്കിലും ആ വസ്തുക്കളോടുള്ള അറ്റാച്ച്മെന്റ് അദ്ദേഹത്തിന് ത്യജിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനോടുള്ള ആസക്തി കളയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഡിസ്റ്റർബൻസിനുള്ള കാരണം, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആ വസ്തുക്കൾ നിങ്ങൾ ത്യജിച്ചായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് കളയാൻ സാധിച്ചില്ല. സോ യഥാർത്ഥ സാക്രിഫൈസ് അല്ലെങ്കിൽ യഥാർത്ഥ ത്യാഗം എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ,
ഈ അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ നമുക്ക് ഇന്നത്തെ സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഭഗവാൻ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതിനെ കുറിച്ചിട്ട്. സോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന അറ്റാച്ച്മെന്റ്, അതിനാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഭഗവാൻ പറഞ്ഞു എന്തൊക്കെ തരത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യണം. ദ്രവ്യയജ്ഞ, തപോയജ്ഞ, യോഗയജ്ഞസ്ത തഥാപരേ. സോ അങ്ങനെ സ്വാധ്യായ, ജ്ഞാനയജ്ഞം, അങ്ങനെ മുതലായ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയുണ്ട്. സോ അത് ഒരു ബ്രഹ്മചര്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ജ്ഞാനയജ്ഞമാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്വാധ്യായ, സ്വയം അദ്ദേഹം അധ്യയനം ചെയ്യണം, പഠിക്കണം, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തണം. സോ അതെല്ലാം ഒരു യജ്ഞമായിട്ടാണ് ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമുക്കതെല്ലാം ചെയ്യേണ്ടത്. സോ ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഈ ത്യാഗം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഗതിയിൽ പറഞ്ഞാൽ നമുക്ക് 5 തരത്തിലുള്ള വസ്തുക്കളാണ് നമുക്ക് സന്തോഷം നൽകാനായിട്ട്, സന്തോഷം ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് ദുഃഖം തരുന്ന 5 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിനെ 5 P ആയിട്ട് നമുക്കതിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1 ഈസ് പെന്നി. പെന്നി എന്ന് പറഞ്ഞാൽ പൈസ. പെന്നി, പീപ്പിൾ, പൊസഷൻ, പൊസിഷൻസ് ആൻഡ് പ്ലഷർ. പെന്നി, പീപ്പിൾ, പൊസഷൻസ്, പൊസിഷൻസ് ആൻഡ് പ്ലഷർ. അപ്പൊ പ്ലഷർ എന്ന് പറഞ്ഞാൽ സന്തോഷം. നമുക്ക് എന്താണ് സന്തോഷം നൽകുന്നത്? ചിലർക്ക് നല്ല ഒരു ഗ്ലാസ് പായസം കുടിച്ചാൽ സന്തോഷം ലഭിക്കുമായിരിക്കാം. 1 ഗ്ലാസ് പായസം കുടിക്കാം, 2 ഗ്ലാസ് പായസം കുടിക്കാം, 3 ഗ്ലാസ് പായസം കുടിക്കാം. 4ാമത്തെ ഗ്ലാസ് പായസം കുടിക്കുമ്പോൾ അത് തികട്ടി വരും. നമുക്ക് പിന്നെ അത് കഴിക്കാൻ സാധിക്കത്തില്ല. 5ാമത്തെ ഗ്ലാസ് പായസം നമ്മൾ കുടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഛർദ്ദിക്കാൻ വരും. സോ ഇതേ രീതിയിൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ള സുഖമാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിലും നമുക്കതിന് ഒരു വിരക്തി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിനോട് നമുക്കൊരു ഡിറ്റാച്ച്മെന്റ് നമുക്കത് സാധിക്കുന്നത്. അത് പിന്നെ നമുക്കൊരു ദുഃഖമായി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ. പൊസിഷൻസ്, നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മൾ വഹിക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമുക്ക് കേരളത്തിൽ ഇലക്ഷൻ നടന്ന ദിവസമാണ്. അതൊരു പൊസിഷന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതിന് പുറകെ അവർ പോവുകയാണെങ്കിൽ അത് അവർക്കൊരു ദുഃഖമായി മാറും. പിന്നീട് അത് കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ജയിച്ചില്ല, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഇവിടെ MLA ആയിരുന്നു, ഞാൻ തോറ്റുപോയി എന്ന് പറയുമ്പോൾ അതൊരു ദുഃഖത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ധനത്തിനെ കുറിച്ച് വന്നു. പെന്നി അല്ലെങ്കിൽ ധനം. ആ ധനം എന്ന് പറയുന്നത് എന്താണ് അതിനുള്ള പ്രധാനമായ ദുഃഖത്തിനുള്ള കാരണം? ചില പ്രഭുപാദർ അമേരിക്കയിൽ ചെന്ന സമയത്ത് അമേരിക്കയിൽ വെച്ചിട്ട് ചോദിച്ച അദ്ദേഹം ചലഞ്ച് ചെയ്ത യഥാർത്ഥത്തിൽ അമേരിക്കൻസിനുണ്ട്. കാരണം അമേരിക്ക ധനത്തിന്റെ കാര്യത്തിൽ നോക്കിയാൽ നമ്പർ 1 നിൽക്കുകയാണ് ലോകത്തിൽ. പക്ഷെ അങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് അവര് ഒരുപാട് ദുഃഖത്തിലാകുന്നത്? ചില പ്രഭുപാദ് ചെല്ലുന്ന സമയത്ത് ധാരാളം ഹിപ്പികളെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഹിപ്പികൾ എന്ന് പറയുമ്പോൾ മുടിയെല്ലാം നീട്ടി വളർത്തി മയക്കുമരുന്നിനും ഒക്കെ അടിമയായി, എല്ലാ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി, യാതൊരു വിധമായ മോറൽ രീതിയിലുള്ള ജീവിതം ഒന്നും നയിക്കാതെ വല്ലാത്തൊരു ജീവിതം നയിക്കുന്നത്. അത് മാത്രമല്ല, ധാരാളം ആത്മഹത്യകളും നടന്നുകൊണ്ടിരുന്ന, കെട്ടിടത്തിന് മുകളിൽ നിന്നൊക്കെ ഒരുപാട് ആത്മഹത്യകൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അമേരിക്ക. അപ്പൊ ചോദിച്ചു, പക്ഷേ പ്രഭുപാദ് വളരെ ചലഞ്ചിങ് ആയിട്ട് ചോദിക്കുകയാണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? He said the main reason is they are trying to enjoy Lakshmi without Narayana. ഇത് ഭഗവാനെ മറന്നത് കാരണമാണ് അവിടെ ഇത്രയും ദുഃഖത്തിന് കാരണം. അപ്പോ ലക്ഷ്മി നാരായണൻ ലക്ഷ്മി ഉള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും നാരായണനുള്ള സ്ഥലത്ത് ലക്ഷ്മി ദേവി വരും. പക്ഷെ ലക്ഷ്മി ദേവിയെ തനിയെ സ്വന്തമാക്കിക്കൊണ്ട് ആനന്ദം അനുഭവിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് ദുഃഖത്തിന് തന്നെ കാരണമാണാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് എക്സാമ്പിള് രാവണൻ ശ്രീരാമചന്ദ്ര ഭഗവാനെ കൂടാതെ സീതാദേവിയെ കൊണ്ടുപോയി സന്തോഷിക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പറയേണ്ട കാര്യമല്ല. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. സോ എന്ന് പറഞ്ഞ പോലെ ശിലപ്രഭുപാദ് പറഞ്ഞ ആ ഒരു സമയം ഈ ഒരു ഭാഗം പറഞ്ഞിട്ട് ശിലപ്രഭുപാദ് പറഞ്ഞൊരു കാര്യമാണ്, എവിടെ ഒരു കരയുന്ന സീത ഇരിക്കുന്നുവോ അവിടെ ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു ചിരിക്കുന്ന സീത ഉണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും ആനന്ദമാകും എന്നാണ് ശിലപ്രഭുപാദ് പറഞ്ഞത്. സോ ഇതെല്ലാം നമുക്ക് ദുഃഖം തരുന്ന ഒരു കാര്യങ്ങളാണ്. സന്തോഷം എന്ന് നമ്മൾ ശ്രമിക്കും മനസ്സിലാക്കാനായിട്ട്, പക്ഷേ അല്ലെങ്കിൽ ആനന്ദം നേടാനായിട്ട് ശ്രമിക്കും, പക്ഷെ നമുക്കത് ഒരിക്കലും
സാധിക്കുകയില്ല എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ അപ്പൊ അങ്ങനെ ഈ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കാം. ഇന്നത്തെ അധ്യായം എന്ന് പറയുന്നത് കർമ്മയോഗ, ആക്ഷൻ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്ന് പറയുന്ന കർമ്മയോഗം. നമ്മൾ 3-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചത് കർമ്മയോഗം എന്ന് പറയുന്ന അധ്യായമാണ് പഠിച്ചത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഈ കർമ്മയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് നമ്മൾ ഇന്നത്തെ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ ഈ അധ്യായത്തിൽ ചെറിയൊരു അധ്യായമാണ്, കമ്പാരിറ്റീവ്ലി ചെറിയൊരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ 29 ശ്ലോകങ്ങൾ മാത്രമാണുള്ളത്. മറ്റ് അധ്യായങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിരുന്നു. 20 ശ്ലോകങ്ങളുള്ള 2 അധ്യായങ്ങൾ വേറെയുണ്ട്, അത് നമ്മൾ പുറകെ വരും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ 5-ാമത്തെ അധ്യായത്തിൽ വെറും 29 ശ്ലോകങ്ങൾ മാത്രമാണുള്ളത്. സോ ഒന്നാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, സന്യാസ ആണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കർമ്മയോഗം എന്ന് പറയുന്നത് ഇത് എന്താണ്, ഇത് നമ്മുടെ വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിലേതാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. സോ ഭഗവാൻ പറയുന്നു, കർമ്മയോഗം എന്ന് പറയുന്നത് സന്യാസവും കർമ്മയോഗവും ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ കർമ്മയോഗമാണ് സന്യാസത്തെക്കാൾ എളുപ്പം എന്ന് പറയുന്ന ഭാഗമാണ് 2 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 7 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ നിഷ്കാമ കർമ്മത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നിഷ്കാമകർമ്മം പ്രവർത്തിക്കുന്നതുകൊണ്ട് എങ്ങനെ നമുക്ക് ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചും ഭഗവാൻ പറയുമ്പോൾ 17 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ, എങ്ങനെ മോക്ഷം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള വിവരണങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മളുടെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. സോ ഐ വിൽ ഷെയർ എന്താണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള 4 പോയിന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് പഠിക്കുന്നത് 4 എണ്ണമാണ്. ഇന്നലെ നമ്മൾ യോഗ ലാഡറിനെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്തത്. സ്റ്റെപ്സ് നമ്മളുണ്ടായിരുന്നു, നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. സോ ഇതിനകത്തിൽ ഓരോ യോഗ ലാഡറിലുള്ള ഓരോരോ സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ ഇന്ന് അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്ന 4 പോയിന്റുകൾ, STEP നോക്കാം. എന്താണ്? സ്റ്റേ ഇൻ ദ വേൾഡ്. 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ സ്റ്റേ ഇൻ ദ വേൾഡ്. അപ്പൊ വിചാരിക്കും, നമ്മൾ ഈ ലോകത്തിൽ താമസിക്കുക എന്ന് തന്നെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അധ്യായം 5 കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. 1-ാമത്തെ ശ്ലോകത്തില് അർജുനൻ ചോദിക്കുകയാണ്, സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച സംശസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു. പിന്നെ ഭക്തി പുരസ്സരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ 2ലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരാമോ എന്നുള്ള ചോദ്യമാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു ചോദ്യം അർജുനൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. സോ ഭഗവാൻ പറയുന്നു, സന്യാസമാണോ കർമ്മയോഗമാണോ ബെറ്റർ? കൃഷ്ണ റെക്കമെൻഡ്സ് സ്പിരിറ്റ് ഓഫ് റിനൗൺസിയേഷൻ ഇൻ വർക്ക്, അതായത് സന്യാസ ഇൻ കർമ്മ ബട്ട് നോട്ട് റിനൗൺസിയേഷൻ ഓഫ് വർക്ക്. കർമ്മ സന്യാസമല്ല ഭഗവാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, മറിച്ചോ കർമ്മത്തിന്റെ ഫലം ത്യജിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ റിനൗൺസ് ചെയ്യേണ്ടത്. കർമ്മം എന്ന് പറയുന്നത് ജ്ഞാനത്തിനേക്കാൾ വലുതാണ്. നമുക്ക് നോക്കാം എന്താണ്. ശ്രീ ഭഗവാൻ ഉവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയ സകരാമുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മ പരിത്യാഗവും ഭക്തിയുതവുമായ കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ. എങ്കിലും ഭക്തിയുതമാകുന്ന സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ക്രമം. സോ കർമ്മത്യാഗം എന്ന് പറയുന്നത് കർമ്മസന്യാസത്തെ ഒരിക്കലും ഭഗവാൻ
റെക്കമെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് ഫലത്യാഗമാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾക്ക് ഈ ഒരു അധ്യായത്തിൽ നമ്മൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണെന്നുള്ളത്. 4ഉം 5ഉം ശ്ലോകങ്ങളിൽ കർമ്മയോഗ ഈസ് ഈക്വൽ ടു ബട്ട് ഈസിയർ ദാൻ സന്യാസ, ഈ ഒരു പോയിന്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യമാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സാഖ്യയോഗോ പൃഥക് ബാല, 4ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിതാഹ. എന്താണ് സാഖ്യയോഗം എന്ന് പറയുന്നത്? ഏകം അപ്യാസ്തി സമ്യഗു ഭർയോർ വിന്ദതേ ഫലം. ഭക്തിയുത സേവനം അല്ലെങ്കിൽ കർമ്മയോഗം പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠനം സാഖ്യയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നീ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിന്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതർ പറയുന്നു. അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വിശകലന നിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം ഭക്തിയുത സേവനം കൊണ്ടും നേടാം. അതുകൊണ്ട് വിശകലന അധിഷ്ഠിതമായ പഠനവും ഭക്തിയുത സേവനവും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യഥാർത്ഥമായി ദർശിക്കുന്നു. സോ നമുക്ക് എന്താണ് ഈ സാഖ്യയോഗം എന്നുള്ളത് മനസ്സിലാക്കണം. സാഖ്യ എന്ന വാക്കിൽ തന്നെ സംഖ്യ എന്ന വാക്കുണ്ട്. സംഖ്യ എന്ന വാക്കിന് അർത്ഥം എന്താണ്? നമ്പർ എന്നാണ്. സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്പർ എന്നാണ് അർത്ഥം. എന്താണ് നമ്പറിൽ? നമ്മളുടെ ഈ ശരീരം, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ള വിശകലനമായ ഒരു പഠനത്തിനെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. വിശകലനമായ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചമഹാഭൂതങ്ങളുമായിട്ടാണ്. ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശരീരത്തിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. പഞ്ചമഹാഭൂതം നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. കൈകൾ, കാലുകൾ, ജനനേന്ദ്രിയം, മലദ്വാരം, അതുപോലെ തന്നെ സ്പീച്ച്, നാവ്. ഈ വായ എന്ന് പറയുന്നത് 2 സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. ജ്ഞാനേന്ദ്രിയമായിട്ടും കർമ്മേന്ദ്രിയമായിട്ടും ഉപയോഗിക്കുന്നതാണ് നാവ് അല്ലെങ്കിൽ വായ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. 5 ഒബ്ജക്റ്റ് ഓഫ് സെൻസസ്, തന്മാത്രകൾ എന്ന് പറയും. തന്മാത്രകൾ എന്ന് പറയുമ്പോൾ എന്താണ് ആ തന്മാത്ര എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് ഓഫ് സെൻസസ്. കണ്ണിന് ദൃഷ്ടി, ചെവിക്ക് ശബ്ദം, മൂക്കിന് മണം, ത്വക്കിന് സ്പർശം, പിന്നെ ഏതാണ് മിസ്സിങ്? ടേസ്റ്റ്. നാവിന് ടേസ്റ്റ്. സോ ഇങ്ങനെ 5 ഓബ്ജക്റ്റ് ഓഫ് സെൻസസ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ 20 എണ്ണമായി. 5 പഞ്ചമത മഹാഭൂതങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ഒബ്ജക്റ്റ് ഓഫ് സെൻസസ്. അതിനാൽ 20. അങ്ങനെ 20 കാര്യങ്ങൾ ഓൾറെഡി ഇതായി കഴിഞ്ഞു. അതിനുശേഷം 3 നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം. അങ്ങനെ 23. 24ാമത്തെ മഹത്തത്വ അല്ലെങ്കിൽ പ്രധാന എന്ന് പറയപ്പെടുന്ന മഹത്തത്വം എന്ന് പറയുന്നത് 24ാമത്തെ ഘടകമായിട്ട്. അങ്ങനെ 24 ഘടകങ്ങൾ, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം കൂടെ ചേർന്ന് 24 ഘടകങ്ങളുണ്ട്. അതിനെ വിശകലനം ചെയ്ത് പഠിക്കുന്ന ഒരു യോഗ അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. അപ്പോൾ സാഖ്യയോഗവും അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ എത്താൻ ശ്രമിക്കുന്നത് ഭഗവാനിലേക്ക് തന്നെയാണ്. സോ അതുകൊണ്ട് പഠിക്കുമ്പോൾ അതിൽ നിന്ന് അതുകൊണ്ടുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ അത് നമ്മളിവിടെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളും കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെയല്ല നമ്മുടെ സ്ഥാനം, ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ അതും ഭക്തിയോഗവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ സാഖ്യയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സംഖ്യ അല്ലെങ്കിൽ വിശകലനമായുള്ള സ്റ്റഡിയാണ്. സോ mere renunciation is difficult and distressful without performing nishkama or karma yoga. നമുക്ക് മുമ്പ് നമ്മളൊരു കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, റിനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ത്യജിക്കേണ്ടത്? നമ്മൾ ത്യജിക്കേണ്ടത് വസ്തുക്കളെയല്ല, മറിച്ച് അറ്റാച്ച്മെന്റിനെയാണ്. ആ വസ്തുക്കൾ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൊസഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് അല്ല എങ്കിൽ
There's nothing wrong. അതിനൊരു തെറ്റുമില്ല. അതിനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ശ്ലോകം, വളരെ മനോഹരമായ ഒരു ശ്ലോകം നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അത് വളരെ പ്രിസൈസ്, നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. നമ്മൾ ആ സ്ഥലം വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ കയ്യിൽ ഉള്ളതല്ല വിഷയം, പക്ഷെ മറിച്ച് നമുക്ക് അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പൊ മിയർ റിനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് ഡിസ്ട്രെസ്ഫുൾ വിത്തൗട്ട് പെർഫോമിങ് നിഷ്കാമ കർമ്മയോഗം. അപ്പം നമ്മളൊരു അൺഅറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ കർമ്മയോഗം നമ്മൾ മുമ്പ് പറഞ്ഞു, നിഷ്കാമം എന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ടിനെ റിനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. ഓക്കെ, അത് വരുമ്പോൾ നമുക്ക് പറയാം. സോറി ഓക്കെ, ഐ മിസ്ഡ് ദിസ് തിങ്. സോ അങ്ങനെ ഈ ഒരു ആ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. കാരണം ഇന്നലെ ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. സോ ഇതാണ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Okay. So analysis of temporarily material world leads to detachment from material activities. Such knowledge ultimately leads one to find Krishna, root of everything. ഇതൊരു ജ്ഞാന യോഗമാണ്. അപ്പൊ സാഖ്യ, ജ്ഞാന, കർമ്മ, സന്യാസ, ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ജ്ഞാനയോഗത്തിൽ വരും. അപ്പൊ ആ ഒരു ജ്ഞാനയോഗത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് യഥാർത്ഥമായ ഭക്തി അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് നിഷ്കാമ കർമ്മയോഗം? മുമ്പ് പറഞ്ഞു, നിഷ്കാമ കർമ്മത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതാണ് യഥാർത്ഥമായ ജ്ഞാനം. നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ അതൊരു യഥാർത്ഥ ജ്ഞാനമായി വരികയാണ്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ്. സാക്ഷാൽ ഭഗവാൻ പരംപുരുഷോത്തമന്റെ അംശമാണ് ആത്മാവ് എന്ന് പറയുന്നത്. എനിക്ക് ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഞാൻ അതുകൊണ്ട് ഇതിൽ നിന്ന് വിരക്തിയായിട്ട് വർക്ക് ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ ചില ഫോട്ടോസ്, ചില വ്യക്തിത്വങ്ങളുടെ ഫോട്ടോ കാണിക്കുന്നതിൽ ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ, ഇത് ആരാണെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ധനാഢ്യനായ ഒരു വ്യക്തിയാണ് ബോംബെയിലുള്ള. അദ്ദേഹത്തിന്റെ പേര് ഹിന്ദുജ ഗ്രൂപ്പിലെ ഉടമസ്ഥനാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷമാണോ അതിന്റെ മുമ്പത്തെ വർഷമാണോ അദ്ദേഹം മരിച്ചുപോയി. ശ്രീനാഥ് ജി എന്നാണ് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ബോംബെയിലെ വലിയൊരു ധനാഢ്യൻ. ഹിന്ദുജ ഗ്രൂപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ MP ആയിരുന്നു നേരത്തെ. വലിയൊരു ബിസിനസ് ഫാമിലിയാണ്. അദ്ദേഹം ഭഗവാനിൽ ശരണം പ്രാപിച്ച് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വലിയൊരു ഭക്തനായി മാറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചേ, താങ്കൾ ആരാണ് എന്ന്. അദ്ദേഹം പറയും, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ പരംപുരുഷോത്തമനാണ്. എനിക്കതുകൊണ്ട് ഭഗവാന് സേവനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുവെങ്കിലും അതെല്ലാം അദ്ദേഹം ഡിറ്റാച്ച് ചെയ്ത്, അല്ലെങ്കിൽ അതിനോടെല്ലാം ഒരു ആസക്തിയുമില്ലാതെ ഭഗവാന് വേണ്ടി ഒരുപാട് സേവനം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ലോകം വെടിഞ്ഞു പോയത്. കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. വലിയ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു. ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വലിയ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിരുന്നു. ഇത് നോക്കൂ, ഈ മാതാജിമാര്, ഈ അമ്മമാര്, കുട്ടികളെല്ലാം ഭഗവാന് വേണ്ടി ഡാൻസ് പഠിച്ച് ഭഗവാന് വേണ്ടി ചെയ്യുകയാണ് ചെയ്തത്. നമ്മളിത് കുറച്ച് മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ മനസ്സിലാകും ആ ഒരു ഡുവർഷിപ്പ് ആരാണ് ചെയ്യുന്നത് എന്ന ചോദ്യം. ഇവിടെ ഈ ഫാമിലി നോക്കൂ, ഈ ഒരു പരിവാരം മുഴുവൻ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുന്നതിൽ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആണ്. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാം ഒരു ഗാർഡനർ. ഇദ്ദേഹം ഒരു കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നു. എന്താണ് ഇത് ചെയ്യുന്നത്? ഇദ്ദേഹം ഈ ഒരു ഗാർഡനിൽ വെള്ളമൊഴിച്ച് ചെടി നട്ട് എല്ലാം വെള്ളമൊഴിച്ച് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനാണ് ഈ ചെടിയെല്ലാം നട്ട് വളർത്തിയെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമാണോ? ഇന്നലെ നമ്മൾ അത് കാണിച്ചില്ല, സ്ക്രീനിൽ കാണിച്ചില്ലായിരുന്നു. ഒരു നിഷ്കാമ കർമ്മയോഗി എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഭഗവാൻ എനിക്ക് നിയോഗിച്ച ജോലി ഞാൻ ചെയ്യുന്നു എന്ന് പറയും. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഞാൻ വളരെ സിൻസിയറായിട്ട്, വളരെ ഡെഡിക്കേഷനോടുകൂടി എനിക്ക് ഏറ്റവും പറ്റിയ രീതി ഞാൻ ചെയ്യുന്നു എന്ന് പറയും. എന്നാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയും? ഐ ഹാൻഡ് ഇറ്റ് ഓവർ ടു ഗോഡ് എന്ന് പറയും. ഞാനത് ഭഗവാനിൽ അർപ്പിക്കുകയാണ് എന്ന് പറയും. അങ്ങനെയാകുമ്പോൾ ഈ നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ
ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഷിഫ്റ്റ് യുവർ ആറ്റിറ്റ്യൂഡ് ഫ്രം ഡൂവർഷിപ്പ് ടു ഡിവൈൻ. ഈ ഒരു കാര്യമാണ് നമുക്ക് എല്ലാത്തിനും പ്രധാനമായ ഒരു ഘടകമായി വരുന്നത്. എന്ത്? ഡൂവർഷിപ്പ്. ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന തോന്നൽ. യഥാർത്ഥത്തിൽ നമ്മളാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം എന്താണ് യഥാർത്ഥം എന്ന് പറഞ്ഞാൽ. സോ ഞാനാണ് ഇത് ചെയ്യുന്നത്, എനിക്കേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നു. ആ ഒരു തോന്നൽ നമ്മൾ ആദ്യം മാറ്റണം. കാരണം രസകരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയുടെ നമ്മൾ പിന്നീട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. എന്നാലും 11-ാമത്തെ അധ്യായത്തില് ഭഗവാൻ തന്റെ വിശ്വരൂപം കാണിച്ചതിന് ശേഷം ഭഗവാൻ അർജുനനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതിൽ അർജുനനോട് ഭഗവാൻ പറയുകയാണ്, അർജുന, അതായത് വിശ്വരൂപം കാണിക്കുമ്പോൾ ഭഗവാന്റെ മുൻപിൽ അല്ലെങ്കിൽ ആ ഒരു സൈന്യങ്ങളിൽ ഉള്ളവരെല്ലാവരും ഭഗവാന്റെ ഉള്ളിലേക്ക്, ആ വിശ്വരൂപത്തിനുള്ളിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അർജുനനെ. അങ്ങനെ കാണിക്കുമ്പോൾ അർജുനോട് പറയുക, അർജുന, നീ ഒരു നിമിത്തം മാത്രമാകൂ എന്നാണ് അർജുനനോട് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അപ്പം അർജുനൻ എന്താ പറയുന്നത്? അർജുനൻ അവിടെ ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കോൺട്രാക്റ്റ് ആണ്. ഭഗവാൻ പറയുകയാണ്, ഞാൻ ചെയ്തോളാമില്ല, ഇവരെയൊക്കെ കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റു, അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റും അതിന് ഉണ്ടാകുന്ന ഫലം നീ അനുഭവിച്ചോളൂ, നിനക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് എടുത്തോളൂ, നീയാണ് ഈ യുദ്ധം ജയിപ്പിച്ചത് എന്ന് ലോകം പറയുകയുള്ളൂ, പക്ഷെ ഞാനതെല്ലാം ചെയ്തോളാം. അതാണ് ഭഗവാന്റെ ആവശ്യം. ഭഗവാൻ പറയുന്നു, നീ അതിന്റെ ക്രെഡിറ്റ് എടുത്തോ, അതിന് തുടർന്ന് വരുന്ന രാജ്യം നീ എൻജോയ് ചെയ്തോളൂ. പക്ഷെ നമുക്കൊരു കാര്യം പോലും ഭഗവാന്റെ അനുവാദമില്ലാതെ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് തോന്നുകയില്ല. അപ്പൊ ഭഗവാൻ ആ നിമിത്തമാക്കുകയാണ് അർജുനനെ ചെയ്യുന്നത്. അർജുനൻ അതിന് തയ്യാറായില്ല എങ്കിൽ he will make somebody else to become that നിമിത്ത. മറ്റൊരാളെ അതിന് വേണ്ടി ഭഗവാൻ കണ്ടെത്തും. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഞാനിത് ഡൂവർഷിപ്പ് ഇല്ല, ഞാൻ ചെയ്യുന്നില്ല, ഇതിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നത്, ഞാൻ എന്തിനാ മോട്ടിവേഷൻ എന്താണ്? അതാണ് നമ്മൾ അറിയേണ്ടത്. സോ ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും നമുക്ക് അടുത്തത് എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, അടുത്തത് എന്ത് എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ പറഞ്ഞ ഡൂവർഷിപ്പ് ഭഗവാനിലുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വെക്കുമ്പോൾ മാത്രമാണ്, അതിലേക്ക് മാറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥമായ അറിയേണ്ടത്. ഭഗവാൻ പറഞ്ഞു, ഡോണ്ട് ടേക്ക് എനി ക്രെഡിറ്റ് ഫോർ ദ വർക്ക് ഡൺ. ഭഗവാൻ അത് നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. ഭഗവാനാണ് ചെയ്ത കാര്യങ്ങളെല്ലാം, ഭഗവാൻ ആ ക്രെഡിറ്റ് ഒന്നും എടുക്കില്ല. ഹംബ്ലി സറണ്ടർ ദ റിവാർഡ് ടു ഗോഡ്. ഭഗവാനിൽ എല്ലാം സമർപ്പിക്കുക. പക്ഷെ ഭഗവാൻ അതെല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ഇതിന്റെ മോട്ടിവേഷൻ? ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഹാർട്ട്. ഇങ്ങനെ എല്ലാം ഭഗവാന് വേണ്ടി അർപ്പിക്കുകയാണ്. ഭഗവാൻ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നു, ഭഗവാനെ നിമിത്തമായിട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ വൈ ഷുഡ് ഐ ഡു ദ വർക്ക്? ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നത്? ഭഗവാൻ പറയുകയാണ്, നിന്റെ ഹൃദയം പ്യൂരിഫിക്കേഷൻ ആകെ ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട 3 പോയിന്റാണ് ഭഗവാൻ പറയുന്നത്. പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ഹാർട്ട്. വേൾഡ് is self-sufficient and will continue to operate forever even without us. We require to do good work basically for helping ourselves to purify our hearts, to elevate us and revive our original pure nature. ഭഗവാൻ പറയുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത്, നമുക്ക് വേണ്ട മോട്ടിവേഷൻ എന്താണ് വേണ്ടത്? നമ്മളുടെ ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് വേണ്ട അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോയിന്റ്, അതായത് അർജുനനോട് പറയുകയാണ്, വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഫോർ എവർ ഈവൻ വിത്തൗട്ട് അസ്. നമ്മളില്ലെങ്കിൽ തന്നെ ഈ ലോകം നടക്കും. ഒരു ചെറിയൊരു കഥ ഓർമ്മ വരികയാണ്. ഒരു രാജാവ് ഒരു രാജ്യത്ത്, നമുക്ക് പലപ്പോഴും നമ്മളില്ലാതായി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നൊരു തോന്നൽ നമുക്ക് തോന്നും. ചില രാഷ്ട്രീയക്കാർക്കും ഉണ്ട് തോന്നൽ, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല എന്നൊരു തോന്നലൊക്കെയാണ്. നമ്മളെല്ലാം നമ്മളില്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് വേണ്ടി ഈ ഒരു സേവനം ചെയ്യാൻ തയ്യാറാവും. സോ അതുകൊണ്ട് നമ്മളത് ഗ്രാബ് ചെയ്യണം, നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുത്ത് ചെയ്യണേ വേണ്ടത്. ഒരു ചെറിയ കഥ പെട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജാവ് തൻ്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് ഇങ്ങനെ വിചാരിക്കും, ഞാനില്ലെങ്കിൽ ഈ രാജ്യം നടക്കത്തില്ല, എങ്ങനെ പോകും? അങ്ങനെ അദ്ദേഹം വിചാരിക്കുമ്പോൾ
മന്ത്രിമാരൊക്കെ പറയും, ഇല്ല രാജാവ് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, അങ്ങില്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊള്ളും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഒരാഴ്ചത്തേക്ക് രാജാവിന് ഒരു വെക്കേഷൻ വിടും, ഒരു ടൂർ, ഒരാഴ്ചത്തേക്ക് അങ്ങ് പോയിക്കോളും, എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് വരൂ എന്ന് പറഞ്ഞ് രാജാവിനെ വിടും. രാജാവ് പോയി കഴിഞ്ഞ ഉടൻ തന്നെ ആ ന്യൂസ് എല്ലാ സ്ഥലങ്ങളിലും സ്പ്രെഡ് ആവും. അയൽ രാജ്യത്തെ രാജാവിന് മനസ്സിലാവും ഇവിടെ രാജാവില്ല. ഇത് ഇസ് ദ ബെസ്റ്റ് ടൈം ടു അറ്റാക്ക്. രാജാവില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജയിക്കാമല്ലോ എന്ന് കരുതി അയൽ രാജ്യത്തെ രാജാവ് ഈ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഈ ആ രാജ്യത്തെ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ രാജാവിന്റെ മകന് 12 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ അവിടെ ഉണ്ട്. മന്ത്രിമാരൊക്കെ പറഞ്ഞു നിങ്ങൾ തയ്യാറായിക്കോളൂ. അങ്ങനെ ആ പയ്യൻ ചെന്ന് യുദ്ധം ചെയ്ത് ആ യുദ്ധം ജയിച്ചു വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി, ഒന്ന് തിരിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു ഞാൻ വരാൻ പെട്ടെന്ന്. മന്ത്രിമാർ പറഞ്ഞു സാർ വേണ്ട, വെയിറ്റ് ചെയ്തോളൂ, താങ്കളുടെ മകൻ യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ട്, ഞങ്ങൾ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞു. രാജാവ് പറഞ്ഞു ഞാൻ തിരിച്ചു വരികയാണ്. പറഞ്ഞു വേണ്ട സർ, നിങ്ങൾ കുറച്ചാളോട് അവിടെ നിന്നോളൂ, ഞങ്ങൾ നോക്കട്ടെ ഈ പയ്യൻ എങ്ങനെ രാജ്യം ഭരിക്കുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനം ആ പയ്യൻ രാജാവായിട്ട് അഭിഷിക്തനാവുകയാണ് ചെയ്തത്. സോ നമ്മളില്ലെങ്കിലും ഈ ലോകം നടക്കും. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, നമ്മളുടെ ഹൃദയം പ്യൂരിഫൈ ചെയ്യാനായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. എവറിഥിങ് അൾട്ടിമേറ്റ്ലി ഡൺ ബൈ ഗോഡ് ഓൺലി. ഗോഡ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ മീ and you for running or helping this world. We are simply given the opportunities to help others by God to improve ourselves. നമ്മൾക്ക് നന്മ വരുന്നതിന് വേണ്ടി ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു അവസരമാണ്. അതാണ് അർജുനന്റെ കഥ ഞാൻ മുമ്പ് പറഞ്ഞു. അർജുനന് 11-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വിവരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അർജുനന് ഒരു ചാൻസ് കൊടുക്കുകയാണ് ചെയ്തത്. അർജുനൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വെടിച്ചു പോയിരുന്നെങ്കിൽ കൃഷ്ണ would have chosen somebody else. പക്ഷെ കാര്യങ്ങൾ നടന്നിരിക്കും നമ്മളില്ലെങ്കിലും എന്ന് മനസ്സിലാക്കണം. സോ അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് പറഞ്ഞത്. സോ ലാസ്റ്റ് പോയിന്റ് ഫോർ ദ മോട്ടിവേഷൻ ഈസ് ഐ ആം നോട്ട് ഇൻഡിസ്പെൻസിബിൾ. വി സിംപ്ലി become the instruments to help because of our willingness to do so. Even if we are not willing to become the instrument, God has thousands of other means to provide help to somebody if he so desires. ഭഗവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളിൽ കൂടി അല്ല എങ്കിൽ മറ്റ് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ. സോ നമ്മൾ എന്തിനാണ് പുറകോട്ട് പോകുന്നത്? നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഹെൻസ് എനി ഈഗോസെൻട്രിക് ഫീലിംഗ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് ഷുഡ് ബി ടോട്ടലി എലിമിനേറ്റഡ്. ഇൻ ഫാക്ട് എനി ഹെൽപ്പ് ഡൺ ബൈ അസ് ഷുഡ് ബി ഫൊർഗോട്ടൺ ആസ് സൂൺ ആസ് പോസിബിൾ. നമ്മൾ എന്തെങ്കിലും സഹായമായിട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് എല്ലാവരും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇന്ന് കുക്ക് ചെയ്തത്, വീട്ടിൽ കുക്ക് ചെയ്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ സാമ്പാറോ അവിയലോ മോരുകറിയോ കിച്ചടിയോ എന്താണെങ്കിലും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കും. സോ നല്ലതായിരുന്നു എന്ന് പറയാൻ കേൾക്കാനുള്ള ആഗ്രഹത്തിലാണ് തിരിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ യെസ് ഞാൻ ചെയ്തു, നമുക്ക് ആ ഒരു ക്രെഡിറ്റ് എടുക്കാനാണ്. ഒരു യഥാർത്ഥമായ സേവകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ആ ഒരു ചോദ്യം ചോദിക്കില്ല. കാരണം നമ്മൾ മാത്രമല്ല ആ ഒരു അവിയലോ സാമ്പാറോ നന്നാകാൻ ഉള്ള ഭാഗമായത്. നേരെ മറിച്ച് സാമ്പാർ കൊള്ളില്ല അല്ലെങ്കിൽ അവിയൽ ശരിയായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും മറുപടി പറയുന്നത്? കഷ്ണം ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ കൈ തട്ടി ഉപ്പ് കൂടിപ്പോയി, വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് ഇല്ല, നല്ല കറിവേപ്പില കിട്ടിയില്ല. നമ്മളിതുപോലെ പല എക്സ്ക്യൂസസ് പറയും. അല്ലെങ്കിൽ തേങ്ങ ശരിയായില്ല. നമ്മളെ പഴി മറ്റ് ഇതിനെ ചാരാൻ റെഡിയാകുന്നു. അതാണ് യഥാർത്ഥം ആക്ച്വലി. അതുപോലെ തന്നെ ആ അവിയൽ നന്നാകുന്നുണ്ടെങ്കിൽ ആ ഉപയോഗിച്ച വെജിറ്റബിൾസിന്റെയും ചേനയും കായും പടവലങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ ആ കഷണങ്ങളുടെ ടേസ്റ്റും നിങ്ങൾ ഉപയോഗിച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഉപ്പിന്റെയും ടേസ്റ്റും എല്ലാം കൂടെ നന്നായി വന്നതുകൊണ്ടാണ് ആ അവിയലിന്റെ ടേസ്റ്റ് നന്നായത് എന്ന് നന്നാകുമ്പോഴും നമ്മൾ പറയാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ റിയലൈസേഷൻ. അതാണ് ഈഗോ സെൻട്രിക് അല്ലാത്ത ഒരു ഡുവർഷിപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഒന്നുകൂടി അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. Let's go to the next portion.
സോ എന്താണ് ഇതിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് ആപ്ലിക്കേഷൻ എന്താണ്? One in knowledge understands his compatibility with material nature and thus acts only for purification unattached to material results. അതാണ് നമ്മളൊക്കെ അറിയേണ്ടത്. സോ ഭഗവാൻ പറയുന്ന 7ാമത്തെ ശ്ലോകത്തില് യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യതേ. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവരും വിശുദ്ധാത്മാവിനും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയില്ല. സോ ഇതാണ് യഥാർത്ഥമായ ഒരു വ്യക്തി. സോ ഡൂവർ നോട്ട് യെറ്റ് നോൺ ഡൂവർ. നീ പ്രവർത്തിക്കുന്നു, പക്ഷെ നീ എന്നാൽ പ്രവർത്തിക്കുന്നുമില്ല എന്നൊരു തത്വം 8ാമത്തെയും 9ാമത്തെ ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ക്വിക്കായിട്ട് ഒന്ന് നോക്കാം എന്താണ് പറയുന്നത്. നൈവ കിശ്ചിത് കരോമീതി. ഈ 2 ശ്ലോകത്തിൽ പറയുന്നത് ദിവ്യ അവബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തു തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്ക് അറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങൾ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതാണ് നമ്മൾ പറയുന്നത് having said that the karma yogi is not the doer of action. കർമ്മയോഗി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നുവെങ്കിലും അല്ലെങ്കിൽ സോ കൃഷ്ണ വിൽ നൗ എക്സ്പ്ലെയിൻ ദാറ്റ് സച്ച് എ യോഗി ആക്ട്സ് ഫോർ ദ സേക്ക് ഓഫ് ദ സുപ്രീം ലോർഡ്. അങ്ങനെയുള്ള വ്യക്തി എന്താണ് ഭഗവാന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിലും യെറ്റ് നോൺ ഡുവർ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? സോ ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞു ഒരു മനോഹരമായ ഒരു ശ്ലോകം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ്. വളരെ വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ബ്രഹ്മണ്യധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ ന സ പാപേന പത്മപത്രം ഇവാംഭസഃ. എന്താണ് ആ ശ്ലോകത്തിന്റെ വിവർത്തനം? എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുക. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് കൂടാതെ ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമര ഇലയിൽ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മങ്ങൾ ബാധിക്കുകയില്ല. ഈ ഒരു താമരയില വെള്ളത്തിലാണ് വസിക്കുന്നത്. പൂർണ്ണമായും ജലത്തിൽ വസിക്കുകയാണെങ്കിലും ഈ വെള്ളം ഈ ഇലയുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴും ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഇതിനെ സ്പർശിക്കുന്നില്ല, ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഒരു വ്യക്തി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, അതായത് ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട്, അതാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. ഭഗവാന് വേണ്ടി വർക്ക്സ് ഫോർ ദ സുപ്രീം വിത്ത് ഡിറ്റാച്ച്മെന്റ്. ആസക്തി കൂടാതെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അത് താമര ഇലയിൽ വെള്ളം ഇരിക്കുമ്പോഴും അത് ആ ഇലയെ സ്പർശിക്കാത്തതുപോലെ യാതൊരു വിധമായ ദുഷ്കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കായേന മനസാ ബുദ്ധ്യ കേവലൈർ ഇന്ദ്രിയൈർ അപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മ ശുദ്ധയേ. യോഗികൾ അനാസക്തരായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ യോഗികൾ എങ്ങനെയാണ് എല്ലാ പ്രവർത്തികളിലും ഏർപ്പെടുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്നതിന് വേണ്ടിയ ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ടെല്ലാം അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് ആത്മശുദ്ധിക്ക് വേണ്ടി ഭഗവാന്റെ ഇച്ഛാനുസരണം അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ്
ഇവിടെ നമ്മൾ കർമ്മയോഗം ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷ്ണ ഭാവനാമൃതത്തിൽ, കൃഷ്ണ അവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. യുക്ത കർമ്മഫലം ത്യക്ത്വ ശാന്തിം ആപ്നോതി നൈഷ്ഠികം ആയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യതേ. സ്ഥിരചിത്തനായ ഒരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്കർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തൻ്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽപ്പെട്ടു വലയുന്നു. വളരെ എന്താണ് മുമ്പ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ റീക്യാപ്പ് പറഞ്ഞ സമയത്ത് അമേരിക്കയുടെ എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ ഓർക്കുക. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവർ തൻ്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽപ്പെട്ടു വലയുന്നു. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ആനന്ദിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എ കർമ്മയോഗി അറ്റൈൻസ് അൺഅഡൾട്ടേർഡ് പീസ്. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ച് പറഞ്ഞ കർമ്മയോഗി എന്ന് ഉദ്ദേശിക്കുന്നത് കർമ്മയോഗി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, ഭഗവാനിൽ അർപ്പിച്ച്, അതാണ് വർക്ക്സ് ഫോർ ദ സുപ്രീം വിത്ത് ഡിറ്റാച്ച്മെന്റ്. ഈ ഒരു ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നതാണ്. ഭഗവാന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇതൊരു യാതൊരു വിധമായ അതായത് അറ്റൈൻസ് അൺഅഡൾട്ടേർഡ് പീസ്, ഒരു തരത്തിലുള്ള അഡൾട്ടറേഷൻ, അതായത് മിക്സിങ്ങും ഇല്ലാത്ത ശാന്തിയും സമാധാനവും ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു രാജാവിന്റെ കാര്യം ഇതിനു വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു രാജാവ് ഉണ്ടായിരുന്നു, കിങ് ഗയ, അല്ലെങ്കിൽ രാജാവിന്റെ പേര് ഗയ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഏത് രീതിയിലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്ന കാര്യമാണ് ഇത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എങ്ങനെയൊക്കെയായിരുന്നു? King Gaya gave full protection and security to the citizens so that their personal property would not be disturbed by the undesirable elements. Complete protection അദ്ദേഹം സെക്യൂരിറ്റി കൊടുത്തു. അദ്ദേഹത്തിന്റെ റൂളായിരുന്നു, അദ്ദേഹം രാജ്യത്തിൽ വെച്ചിരുന്ന റൂളാണ്. വുഡ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ് ബൈ അൺഡിസൈറബിൾ എലമെന്റ്സ്. യാതൊരു വിധമായ ഇത് സംഭവിക്കാതെ അദ്ദേഹം കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തു. He also saw that there was sufficient food to feed all the citizens. കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള സഫീഷ്യന്റ് ഫുഡ് ഉണ്ട് എന്നവർ ഉറപ്പുവരുത്തിയിരുന്നു. He would sometimes distribute gifts to the citizens to satisfy them. അവർക്ക് എല്ലാ തരത്തിലുള്ള ചില ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ സമ്മാനങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിരുന്നു. He would sometimes call meetings and satisfy the citizens with sweet words. എല്ലാവരെയും വിളിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വാക്കുകൾ അദ്ദേഹം പറയുകയും ചെയ്തു. He would also give them good instructions on how to become the first class citizens. എല്ലാം നല്ല രീതിയിൽ നല്ല നല്ല ഉപദേശങ്ങൾ അദ്ദേഹം നൽകുമായിരുന്നു. Such were the characters of King Gaya royal or King Gaya's royal order. ശ്രീമദ് ഭാഗവതത്തിൽ 5-ാം സ്കന്ധത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്നാൽ ഈ രാജാവ്, ഈ ഗയ എന്ന് പറയുന്ന രാജാവിന്റെ മറ്റു ക്വാളിറ്റി നോക്കിയാൽ എന്താണ്? Besides all this, King Gaya was a householder who strictly observed the rules and regulations of household life. He performed sacrifices and was an unalloyed pure devotee of the Supreme Personality of Godhead. Although he was perfect in all respects, he was not proud, nor was he anxious to rule the kingdom. Srimad Bhagavatam 5:15-7. എന്തിനാണ് ഈ എക്സാമ്പിൾ പറയുന്നത്? ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് നിഷ്കാമ കർമ്മ, അല്ലെങ്കിൽ ഒരു കർമ്മ യോഗി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. പ്രവൃത്തി അദ്ദേഹം ചെയ്തത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അതേ സമയത്തും അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനും, അദ്ദേഹം യജ്ഞങ്ങളും ഒരു ഗൃഹസ്ഥ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയോ അതേ രീതിയിൽ ചെയ്യുകയും ചെയ്തതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, although he was perfect in all respect, he was not proud, nor was he anxious to rule the kingdom. ആദ്യം
തുടക്കത്തിൽ പറഞ്ഞ ഒരു കഥയിൽ പറഞ്ഞില്ലേ, ഒരു 2 സന്യാസിമാർ തമ്മിൽ കണ്ടുമുട്ടിയ സമയത്ത് അദ്ദേഹം രാജ്യമൊക്കെ വെടിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് ഉള്ളിലുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് അദ്ദേഹം വെടിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വാസ് നെവർ പീസ്ഫുൾ. ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിൽ ഗോ ടു ദ സെക്കൻഡ് ലെസൺ ടുഡേ, വിച്ച് ഇസ് T, that is 3 doers. മുമ്പ് പറഞ്ഞു നമ്മളല്ല പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന്. എങ്കിൽ പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്? നമുക്ക് അടുത്ത 4 ശ്ലോകങ്ങളിലൂടെ ഈ 3 തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആരൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. 18ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ 5 പേരുടെ സഹായത്തോടു കൂടിയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയുന്ന ശ്ലോകം 18ാമത്തെ അധ്യായത്തിലുണ്ട്. അതിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഈ അധ്യായത്തിൽ പറയുന്നതനുസരിച്ചിട്ട് there are 3 doers, 3 പേരാണ് പ്രവൃത്തി ചെയ്യുന്നത്. എന്താണ്? 11ാമത്തെ ശ്ലോകം വരെ നമുക്ക് ഒന്നുകൂടി നോക്കാം. കാരണം 11ാമത്തെ ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി വിവരിക്കുന്നുണ്ട്. എന്താണ്? കായേന മനസാ ബുദ്ധ്യാ. കായേന മനസാ ബുദ്ധ്യാ. ഈ 3 എണ്ണത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നു. സമ്മറി: എ കർമ്മയോഗി അറ്റൈൻസ് അൺഅഡൾട്ടഡ് പീസ് എന്ന് നമ്മൾ കണ്ടു മുമ്പേ. 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് റോൾ ഓഫ് ദ സോൾ ഈസ് ദ ഇനിഷ്യേറ്റർ, റോൾ ഓഫ് ദ മെറ്റീരിയൽ നേച്ചർ ഫെസിലിറ്റേറ്റർ, റോൾ ഓഫ് ദ ലോർഡ് സാങ്ഷൻ. ഈ 3 പേരാണ് പ്രവൃത്തി ചെയ്യുന്നത്. ഇനിഷ്യേറ്റർ, ഫെസിലിറ്റേറ്റർ, സാങ്ഷനർ. ഇഗ്നോറൻസ് ബിവിൽഡേഴ്സ്. അപ്പോൾ 15ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണുകയാണെങ്കിൽ 13ഉം 14ഉം 15ഉം ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഈ 3 തരത്തിൽ ഉള്ള 3 പേരാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു: നിദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭു അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അജ്ഞതയാണ് അല്ലെങ്കിൽ അന്ധകാരമാണ് നമ്മളുടെ എല്ലാ തെറ്റുകൾക്കും അല്ലെങ്കിൽ നമ്മൾ പരിഭ്രാന്തിയാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നു. ഇത് നോക്കുക, ഈ യഥാർത്ഥത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ആരാണ്? After receiving supreme soul's order, okay, super soul verifies and sanctions based on does this jiva deserves to get this desire fulfilled. ആദ്യം ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ജീവ ഡിസയേഴ്സ്. ഒരു ജീവാത്മാവ് അതിനെ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിക്കുമ്പോൾ അതിനെ പരമാത്മാവ് ഭഗവാൻ അതിനെ സാങ്ഷൻ ചെയ്യുന്നു. എങ്ങനെയാണ് സാങ്ഷൻ ചെയ്യുന്നത്? അത് ഭഗവാൻ ചെക്ക് ചെയ്യും. He will verify കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മൾ അർഹിക്കുന്നവനാണ് എങ്കിൽ അതിന് സാങ്ഷൻ ചെയ്യും അദ്ദേഹം. Then after receiving super soul's order, material nature does through 3 modes അതിനെ സാങ്ഷൻ ചെയ്ത് അതിനെ ഫലവത്താക്കുകയാണ്. സത്വരജസ് തമോ ഗുണ ഫുൾഫിൽസ് ജീവാസ് ഡിസയേഴ്സ്. അങ്ങനെ 3 കാര്യങ്ങളുടെ സഹായത്തോടുകൂടി ആ ആഗ്രഹത്തെ സബലീകരിച്ച് തരികയാണ് ചെയ്യുന്നത്. ഇവിടെ 3 പ്രവൃത്തി ചെയ്യുന്ന ആരൊക്കെയാണെന്ന് പറയുന്നത് ആത്മാവ്. അതാണ് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ കണ്ടത്. ഇനിഷ്യേറ്റർ, ഫെസിലിറ്റേറ്റർ, സാങ്ഷനർ. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ പറഞ്ഞ ഓർഡറിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇനിഷ്യേറ്റർ, സാങ്ഷനർ, ഫെസിലിറ്റേറ്റർ. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പിക്ചറൈസേഷനിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഇനിഷ്യേറ്റ് അത് തുടക്കം തീർച്ചയായിട്ടും നമ്മൾ എന്ന വ്യക്തിയിൽ നിന്നാണ്. നമ്മുടെ ആഗ്രഹമാണ് നമ്മളത് തുടക്കം ചെയ്യുന്നത്. ആ തുടക്കം തുടങ്ങിക്കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റർ അത് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സാങ്ഷനർ, അതായത് സുപ്രീം ലോർഡ് ഭഗവാൻ അതിന് സാങ്ഷൻ കൊടുത്തതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഈ ഓർഡറിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ആഗ്രഹിക്കുന്നു, ഭഗവാൻ അതിനെ അനുവദിക്കുന്നു. ഈ മെറ്റീരിയൽ നേച്ചർ ആ 3 ഗുണങ്ങളോട് കൂടിയ സഹായത്തോടു കൂടി നമുക്ക് സാങ്ഷൻ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കാണാം. ഈ പ്രവൃത്തി ചെയ്തു എന്ന് നമ്മൾ സ്വയം ക്ലെയിം ചെയ്യുകയാണ് എങ്കിൽ എത്രമാത്രം അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായ ലോകത്തിലെ ബോക്സർ ആയിരുന്ന മൈക്ക് ടൈസണാണ്. ഇദ്ദേഹം മൈക്ക് ടൈസൺ ഇരുന്നെന്ന് വിചാരിച്ചു. മുഹമ്മദ് അലി
ഇദ്ദേഹം വേൾഡ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു അഹംഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐ ആം ദ ഗ്രേറ്റസ്റ്റ്. അദ്ദേഹം ചെയ്തു ബോക്സിംഗ് ചാമ്പ്യനൊക്കെ ആയി, എല്ലാത്തിനും ഏറ്റവും വലിയ ആളാണ് എന്ന് പറഞ്ഞ, അതായത് ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് സംഭവിച്ച കാര്യം എന്താണ്? When he got Parkinson disease, he could not even lift even a cup of coffee. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് പാർക്കിൻസൺ ഡിസീസ് സംഭവിച്ച് അസുഖബാധിതനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, അദ്ദേഹമായിരുന്നോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? അദ്ദേഹത്തിന് അത്രയും വലിയ ശക്തിയുള്ള ശരീരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ശക്തി നൽകിയത് ആരാണ്? ഭഗവാനല്ലേ. ഞാനാണ് ഒരു കാര്യം ചെയ്തത് എന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള ആ ബുദ്ധി നൽകിയത് ആരാ? ഭഗവാനല്ലേ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് കിട്ടുന്ന ഈ ജ്ഞാനം, ഞാൻ എത്രയോ ആൾക്കാരിൽ നിന്ന് ആൾക്കാർ തന്നിരിക്കുന്ന ഷെയർ ചെയ്തിരിക്കുന്ന ജ്ഞാനം എടുത്തുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കിലേക്ക് എത്തിക്കുന്നത്. ഞാൻ അവരോടെല്ലാം കടപ്പെട്ടിരിക്കുകയല്ലേ. ഭഗവാൻ തന്ന ജ്ഞാനമല്ലേ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇതിനകത്ത് എൻ്റെ ക്രെഡിറ്റ് എന്താണ്? എനിക്കെങ്ങനെ അതിന് ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കും? സോ ഈ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതൊന്ന് വായിച്ചു നോക്കുക. വാട്ട് ഹാപ്പൻസ് വെൻ വി തിങ്ക് ഐ ആം ഇൻ കൺട്രോൾ ഓഫ് എവരി വൺ ആൻഡ് എവറിഥിങ്? ഐ ക്യാൻ ഗെറ്റ് വാട്ട് ഐ വാണ്ട്. ഐ വിൽ ബീറ്റ് മൈ റൈവൽ. I will work 18 hours a day and finish. ഇതൊക്കെ ഓരോരുത്തർ ചിന്തിക്കുന്നതാണ്. ഞാൻ എല്ലാവരെയും നശിപ്പിക്കും, എനിക്ക് നേടാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും എന്താണ് അവസാനം ഫലം വരുന്നത്? ഇറ്റ്സ് എ സ്ട്രെസ്. ഇന്ന് ഇന്ത്യയിൽ ടീൻ സൂയിസൈഡ് റേറ്റ് ഹാവ് ട്രിപ്പിൾഡ് ഇൻ പാസ്റ്റ് 25 years. ഇപ്പൊ നമ്മൾ അമേരിക്കയുടെ കാര്യം പറഞ്ഞു, അമേരിക്കയിൽ ആത്മഹത്യകൾ നടക്കുന്നുണ്ട് എന്ന്. പക്ഷെ ഭാരതത്തിൽ 25 വർഷത്തിനുള്ളിൽ 3 മടങ്ങ് ടീൻസിന്റെ സൂയിസൈഡ് റേറ്റ് കൂടുകയാണ് ചെയ്തത്. എന്താണ് കാരണം? സ്ട്രെസ്. ഈ സ്ട്രെസ്സിനുള്ള കാരണം എന്താണ്? ഈ രീതിയിലുള്ള ചിന്താഗതി. ഇതൊക്കെ ചിന്താഗതി വരുന്ന എന്തുകൊണ്ടാണ്? എനിക്കെല്ലാം സാധിക്കും. ഐ ക്യാൻ ബീറ്റ് വാട്ട് ഐ ക്യാൻ ഗെറ്റ് വാട്ട് ഐ വാണ്ട്. എനിക്ക് എന്തും നേടാൻ സാധിക്കും. ഐ വിൽ ബീറ്റ് മൈ റൈവൽ. എൻ്റെ ശത്രുവിനെ ഞാൻ നശിപ്പിക്കും. ഐ വിൽ വർക്ക് 18 hours a day and finish. ഞാൻ 18 മണിക്കൂർ വർക്ക് ചെയ്ത് ഞാൻ ഫിനിഷ് ചെയ്യും. എല്ലാം ഐ gets this situation. സോ ഇതാണ് നമുക്ക് രണ്ടാമത്തെ നമ്മൾ സെഷൻ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ സെഷനാണ് ഈക്വൽ വിഷൻ. 17 മുതൽ 26 വരെ ശ്ലോകങ്ങളിൽ ഈക്വൽ വിഷനെ കുറിച്ചിട്ട് ഭഗവാൻ പറയുന്ന മനോഹരമായ ശ്ലോകമുണ്ട്. നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. എന്താണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? A yogi can attain liberation by fixing his mind on the Supreme Lord. That involves tolerating temptations of the material senses and redirecting one's pleasure, seeking propensity from matter to spirit or from onwards to inwards. So, ഒരു യോഗിയെ സംബന്ധിച്ച് നോക്കിയാൽ ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം പ്രാപ്തമാക്കാൻ സാധിക്കും. That involves tolerating temptations of material senses. ഇത് എന്തൊക്കെ ചെയ്താലാണ് സാധിക്കുന്നത്? Tolerating temptations of material senses and redirecting one's pleasure, seeking propensity from matter to spirit or from outwards to inwards. ഇത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ എന്ത് നേടണം? അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്? ആർക്കെങ്കിലും പറയാമോ? എപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാണ്? ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് അൺമ്യൂട്ട് പറയാമോ? എങ്ങനെ നിങ്ങൾക്ക് സന്തോഷമാകണമെങ്കിൽ എന്ത് സംഭവിച്ചാൽ നിങ്ങൾ സന്തോഷമാകും? നമ്മളെന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിച്ചാൽ സന്തോഷമല്ലേ? വെരി ഗുഡ്. ആഗ്രഹിക്കുമ്പോൾ അത് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാമോ?
സപ്പോസ് ഞാൻ പറയാണ്, ഒരു മൊബൈൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇവൻ ഒരു സർപ്രൈസ് ആയിട്ടൊരു മൊബൈൽ കിട്ടുക എന്ന് വിചാരിക്കുക. നമ്മുടെ ബർത്ത്ഡേ ദിവസമാണ്, ഒരു ജന്മദിന ദിവസം ആരെങ്കിലും ഒരാൾ, നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ ഒരു മൊബൈൽ മേടിച്ചുകൊണ്ട് നമുക്ക് ഗിഫ്റ്റ് തരിക. സന്തോഷം ഉണ്ടാകുമോ, അനുഭവപ്പെടുമോ? ഉണ്ടാകും, ഇല്ലയോ? സന്തോഷമായിരിക്കും തീർച്ചയായിട്ടും. ആ സന്തോഷം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ മൊബൈൽ കിട്ടിയത് കൊണ്ടാണ്. എന്നാൽ അതേ മൊബൈൽ മേടിച്ച് തന്നിട്ട് ഹസ്ബൻഡ് വന്നിട്ട് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ശരിയല്ലെങ്കിൽ അതിന് ദേഷ്യപ്പെട്ടാൽ നമ്മുടെ സന്തോഷം എല്ലാം പോകും. അപ്പോൾ നമ്മൾ, അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഞാനതൊന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനൊന്ന് ഷെയർ ചെയ്യാനെന്ന് ആഗ്രഹിച്ചത്. അതായത് നോക്കുക, സോറി, വേരിലേക്ക് യെസ്, ഔട്ട്വേർഡ്സ് ടു ഇൻവേർഡ്സ്. നമ്മൾ എപ്പോഴും സന്തോഷം കാണാൻ ശ്രമിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നാണ്. പുറമേ ഒരു കാര്യം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷം അനുഭവപ്പെടാൻ സാധിക്കുന്നുള്ളൂ. ആ ഒരു ഭാവം മാറ്റിയിട്ട് നമ്മളിൽ തന്നെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അതാണ് ഔട്ട്വേർഡ്സ് ടു ഇൻവേർഡ്സ്, മാറ്റർ ടു സ്പിരിറ്റ്. മൊബൈൽ എന്ന് പറയുന്നത് മാറ്ററാണ്. നമുക്ക് മൊബൈൽ കിട്ടുമ്പോഴാണ് സന്തോഷമുള്ളത്. അതിന് പുതിയ കാർ മേടിക്കുമ്പോൾ സന്തോഷവാനാകും, ഒരു പുതിയ വീട് വെക്കുമ്പം സന്തോഷവാനാകും. പക്ഷെ അതിൽ നിന്ന് മാറി ആധ്യാത്മികമായിട്ട് ഭഗവത്ഗീത, ഭാഗവതം പഠിക്കുമ്പോഴും നമുക്കതിൽ സന്തോഷം കാണാൻ സാധിക്കണം. അതാണ് ടെംപ്ടേഷൻസ് ഓഫ് മെറ്റീരിയൽ സെൻസസ് ആൻഡ് റീഡയറക്ടിങ് വൺസ് പ്ലഷർ സീക്കിംഗ് പ്രൊപ്പൻസിറ്റി ഫ്രം മാറ്റർ ടു സ്പിരിറ്റ് പറയുന്നത്. സോ അതിനാണ് 17ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, തദ്ബുദ്ധയസ്തദാത്മാനസ് തന്നിഷ്ഠാസ് തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാന നിർധൂത കൽമഷാഃ. ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവും എല്ലാം പരമ്പൊരുളിൽ കൃഷ്ണനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു. അതിനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഭഗവാനിൽ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. അതാണ് മാറ്റർ ടു സ്പിരിറ്റ് എന്ന് നമ്മൾ മുമ്പ് കണ്ടതിൻ്റെ ഉദ്ദേശം. ഭഗവാനിലെല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അതിനുള്ള ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനി ചൈവ സ്വപാകേച്ച പണ്ഡിത സമദർശന. ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പണ്ഡിതനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നത്, അതിന് വിവർത്തനം ഇങ്ങനെയാണ്: അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായമാംസം കഴിക്കുന്ന ചണ്ടാലനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്വിതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത്. സോ ഒരു ബ്രാഹ്മണനെയും ഒരു മൃഗത്തെയും ഒരു പശുവിനെയും ഒരു നായയെയും നായയെ തിന്നുന്ന ചണ്ടാളനെയും ഒരു പണ്ഡിതൻ ആയിട്ടുള്ള വ്യക്തി കാണുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? സമദർശന. എന്താണ് നിങ്ങൾക്ക് ഇവിടെ സമദർശന എന്ന് പറയുക? സമമായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ്? എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവ് ഇരിക്കുന്നത് കാണാം. ഇവിടെ പരമാത്മാവുണ്ട് പശുവിന്റെ ഹൃദയത്തില്, ഈ ബ്രാഹ്മണന്റെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്, ഈ ആനയുടെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്, ഈ ആനയെ ഓടിക്കുന്ന ആളുടെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്, ഈ ചണ്ടാളന്റെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്, ഈ നായയുടെ ഹൃദയത്തിലും പരമാത്മാവിനെ കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലും ആ പരമാത്മാവ് തന്നെ ഉണ്ട്. ഇതാണ് ഒരു യഥാർത്ഥ പണ്ഡിതൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കാഴ്ച. നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ആനയെ കാണും, ചണ്ടാളിനെ കാണും, ബ്രാഹ്മണനെയും കാണും, പശുവിനെയും കാണും, നായയെയും കാണും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ കാണാൻ നമുക്ക് സാധിച്ചാൽ അതാണ് പണ്ഡിത സമദർശിന എന്ന് പറയുന്നത്. പണ്ഡിത സമദർശിന എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണൻ ഇവരോടെല്ലാവരോടും ഒരേ രീതിയിൽ ഇടപെടും എന്നർത്ഥമില്ല കേട്ടോ. അവർ കാണുന്നു ഭഗവാനെ. ഒരു നായ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രണമിച്ചുകൊണ്ട് നമസ്കരിച്ച് കടിച്ചോളാൻ പറയുകയല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് അദ്ദേഹം എടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആ ബ്രഹ്മൺ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ഹി കോൺക്വർ ബർത്ത് ആൻഡ് ഡെത്ത്. അതാണ് ഇഹൈവ തർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. ആരുടെ മനസ്സ് ഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണ അവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ
ബ്രഹ്മപദസ്ഥരുമാണ്. അതാണ് അതിൻ്റെ മഹത്വം. സോ എന്താണ് ഇനിയും സിംറ്റംസ് ഓഫ് എ സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ? ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സിംറ്റം എന്താണ്? ഇങ്ങനെയുള്ള വ്യക്തി ആർക്കാണ് ഇത് നേടാൻ സാധിക്കുന്നത്? സെൻസ് എൻജോയ്മെന്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഡിസ്ട്രെസ്ഫുൾ. ഒരു ആധ്യാത്മികമായി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യമാണ് ലിബറേഷൻ ബൈ ഫോക്കസിങ് ഓൺ ദ സൂപ്പർ സോൾ. പരമാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആൾ മനസ്സിലാക്കുന്ന കാര്യമാണ് സെൻസ് എൻജോയ്മെന്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഡിസ്ട്രെസ്ഫുൾ. 22ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവത്തെ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമത്തെ ബുധഃ. ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല. നമുക്കിത് താത്കാലികമായിട്ട് സുഖം ആണെന്ന് തോന്നുന്നുണ്ടാവാം, പക്ഷേ അതിനുശേഷം അതൊരു ദുഃഖമായി മാറുകയാണ്. ആ ദുഃഖമായി മാറുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന് തുല്യമായ ദുഃഖത്തിന് കാരണമായ ഹേതുവായിട്ട് മാറുന്നു. എന്താണ്? ജനന മരണത്തിലേക്ക് നമ്മൾ വീഴുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. ടോളറേറ്റ് അജിറ്റേഷൻ സ്റ്റിൽ ദ എൻഡ് ഓഫ് ലൈഫ്. നമ്മളുടെ ഉണ്ടാകുന്ന പ്രചോദനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അതിനെ അജിറ്റേഷൻസ്, നമുക്കതിനെ ഭോഗിക്കാനുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകാം, പക്ഷെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. സോ കൃഷ്ണ അഡ്വൈസസ് ടു ടോളറേറ്റ് ദ എർജസ്. നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. കാരണം ഈ ആഗ്രഹങ്ങളാണ് നമ്മൾക്ക്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ആഗ്രഹങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന്. എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ശത്രുവാണ് ആഗ്രഹങ്ങൾ എന്ന് പറയാൻ കാരണം നമ്മൾ ഇന്ന് കുറേ ആഗ്രഹങ്ങൾ, നമുക്ക് അനന്തമായ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചില ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിക്കുന്നുണ്ട്, എന്നാൽ ധാരാളം ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിക്കാത്തതായിട്ടുള്ളുണ്ട്. അങ്ങനെ സഫലീകരിക്കാത്തതായിട്ടുള്ള ധാരാളം ആഗ്രഹങ്ങൾ ഉള്ളപ്പോൾ ആ ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഹൃദയത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ മരണമടയുന്നത്. അപ്പൊ ആ ആഗ്രഹങ്ങൾ നേടുന്നത്, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് അനുസൃതമായ ജന്മമാണ് നമുക്ക് അടുത്തത് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിസയേഴ്സ്, നമ്മൾ ഈ പറയുന്ന ആഗ്രഹങ്ങൾ നമുക്ക് അടുത്ത ജന്മം എടുക്കുന്നതിനുള്ള കാരണമാകുന്നത് കൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആഗ്രഹങ്ങൾ എന്ന് പറയാൻ കാരണം. സോ നമ്മളതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം നമ്മൾ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ. തീർച്ചയായിട്ടും ഭഗവാന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആഗ്രഹിക്കാം, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ അതാണ് ഫോക്കസിങ് ഓൺ ദ സൂപ്പർ സോൾ എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുവന് തീർച്ചയായിട്ടും മുക്തി പ്രാപ്തമാകാൻ സാധിക്കും. സോ എന്താണ് അടുത്തത് പറയുന്നത്? ഡിലൈറ്റിംഗ് ഇൻവേർഡ്സ് ബ്രഹ്മഭൂത സ്റ്റേജ്. ഊർജ്ജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവരുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പോകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും. സോ അതാണ് വിധിൻ, ഉള്ളിൽ തന്നെ ആനന്ദം, സ്വയം സംതൃപ്തനാകാൻ സാധിക്കുന്ന ഒരു വ്യക്തി. അതാണ് ഡിലൈറ്റിംഗ് ഇൻവേർഡ്സ് ബ്രഹ്മഭൂത സ്റ്റേജ് എന്ന് പറയുന്നത്. അയാൾ സ്വയം സന്തോഷം, സംതൃപ്തനാകാനുള്ള ശ്രമം നടത്തുന്നവൻ. സാധന ഫോർ അറ്റൈനിങ് ലിബറേഷൻ. എന്താണ് അതിൽ പറയുന്നത്? ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയ ക്ഷീണ കൽമഷാഹ ഛിന്നദ്വൈത യഥാത്മാന സർവഭൂതഹിതേ രഥാഹ. സംശയങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്കതീതനായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും സർവപാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പോകുന്നു. അങ്ങനെയുള്ളവർക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ സാധനയിൽ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് എങ്ങനെ
എങ്ങനെ മോക്ഷം നേടാൻ സാധിക്കും? വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കും. കാമക്രോധ വിമുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപദ പ്രാപ്തി സുനിശ്ചിതമാണ്. വളരെ എളുപ്പം, അചിരേണ, അധികം സമയമില്ലാതെ, ചിര എന്ന് പറഞ്ഞ സമയം, സമയം അധികം എടുക്കാതെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് പരമപദ പ്രാപ്തി നേടാൻ സാധിക്കും. എങ്ങനെയാണ്? കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന വ്യക്തിക്ക്. അതാണ് അവർക്ക് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. സോ കാമത്തെയും ക്രോധത്തെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. അഷ്ടാംഗ യോഗത്തിൽ കൂടി നേടാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് 27, 28 പറയുന്ന ശ്ലോകങ്ങൾ പറയുന്നു. സ്പർശാൻ കൃത്വ ബഹിർബഹ്യ, ബാഹ്യ വിഷയങ്ങളെ എല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ചും ശ്വാസോച്ഛ്വാസങ്ങളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ. ഇത് കുറച്ച് കഷ്ടമായ കാര്യമാണ്, പക്ഷെ എങ്കിലും സാധ്യമാണ് എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ മഹത്തരമായ ഒരു ശ്ലോകമാണ് 29ാമത്തെ ശ്ലോകത്തിൽ. അതായത് എന്താണ്? പീസ് ഫോർമുല, ശാന്തി ഫോർമുലയാണ്. നമുക്ക് ശാന്തിയും സമാധാനവും നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഭഗവാൻ പറയുകയാണ്, യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവ്വലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഞാനാണെന്നും എല്ലാ ജീവജാലങ്ങളുടെയും നിയന്താവും ഈശ്വരൻ ഞാനാണെന്നും മനസ്സിലാക്കിയ ഒരുവൻ സുഹൃതം സർവഭൂതാനാം, എന്റെ സുഹൃത്താണ് സർവ്വജീവജാലങ്ങളും. അങ്ങനെയുള്ള ആൾ ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി പൂർണ്ണമായ ശാന്തി അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അധ്യായത്തിൽ കൂടി കാണാൻ സാധിക്കുന്നത്. മുമ്പ് പറഞ്ഞ പോലെ 29 ശ്ലോകങ്ങൾ മാത്രമുള്ള അധ്യായമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് 10 മിനിറ്റ് നേരത്തെ നമുക്കിന്ന് ക്ലാസ് നിർത്താൻ സാധിച്ചു. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേസ് സെഷൻ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡിസ്കഷൻ പോയിന്റോ ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, ആ പിയുടെ എനിക്കൊന്നും മനസ്സിലായില്ല. 5 പി ആണോ? അല്ല, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പിയോ? അതെ അതെ. ഓക്കെ. പീസ് ഫോർമുല മാതാജി. പി എന്ന് പറഞ്ഞാൽ പീസ് ഫോർമുലയാണ്. പീസ് ഫോർമുല എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ശാന്തി നേടാം എന്നുള്ളതാണ് പറയുന്ന അവിടെ ക്വസ്റ്റ്യൻ. സോ പി സ്റ്റാൻഡ്സ് ഫോർ പീസ്. പീസ് ഫോർമുല. പീസ് എന്ന് പറഞ്ഞാൽ ശാന്തി. എങ്ങനെ ശാന്തി നേടാൻ സാധിക്കും? 5ാം അധ്യായത്തിൽ 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്, ഭോക്താരാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ഇതറിയുന്നവൻ, എന്നെ അറിഞ്ഞവൻ, എന്നെ അറിയുന്നവൻ. ഈ ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭോക്താരാം യജ്ഞ തപസാം, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ്, അതിന്റെ റിസൾട്ട് എനിക്ക് വേണ്ടിയാണ്, ഞാനാണ് അതിൻ്റെ നിന്നുള്ള ആനന്ദം അനുഭവിക്കുന്നത് എന്നറിഞ്ഞ വ്യക്തി. സർവലോക മഹേശ്വരം, ഈ സർവ ലോകങ്ങളുടെയും പ്രപഞ്ചങ്ങളുടെയും മഹേശ്വരനാണ് ഞാൻ എന്ന് അറിഞ്ഞ വ്യക്തി. സുഹൃതം സർവഭൂതാനാം, സർവജീവജാലങ്ങളുടെയും സുഹൃത്താണ് ഞാൻ എന്നറിഞ്ഞ വ്യക്തി. അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ ജ്ഞാത്വാ മാം, ഇത് എന്നെക്കുറിച്ചുള്ള അറിവ്, ഇതറിഞ്ഞ വ്യക്തി ശാന്തി മൃച്ഛതി, ആ വ്യക്തിക്ക് ശാന്തി ലഭിക്കുന്നു. ക്ലിയർ ആണോ മാതാജി?
ഹരേ കൃഷ്ണ. ക്ലിയർ ആകും പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ അല്ലെങ്കിൽ എനി ഡിസ്കഷൻ ഹരേ ഫർദർ? കൃഷ്ണ. ഹരേ മാതാജി. കൃഷ്ണ പ്രഭു. ആ 5P അതിൽ പെന്നി മനസ്സിലായി, പൊസിഷൻ മനസ്സിലായി, പീപ്പിൾ പ്ലഷർ അത് മനസ്സിലായില്ല പ്രഭു. പീപ്പിൾ ഓക്കെ, പറയാം. പ്ലഷർ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു മാതാജി, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വസ്തുവിൽ നമുക്ക് പ്രത്യേകമായി ആനന്ദം അനുഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു വിചാരിക്കാം. സപ്പോസ് ഒരു രസഗുള എടുക്കുക. രസഗുള നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഗുലാബ് ജാമുൻ നമുക്ക് ഇഷ്ടമാണ്. ആ ഗുലാബ് ജാമുൻ നമുക്ക് ഒരെണ്ണം കഴിക്കാം, 2 കഴിക്കാം, 3 കഴിക്കാം, 4 കഴിക്കാം, 5 കഴിക്കാം. വലിയൊരു തീറ്റപ്രിയനാണെങ്കിൽ 10 കഴിച്ചേക്കാം മാക്സിമം. മാതാജിക്ക് എത്ര കഴിക്കാൻ സാധിക്കും ഗുലാബ് ജാമുൻ? ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എത്ര കഴിക്കാം മാതാജി? അല്ലെങ്കിൽ പായസമാണെങ്കിൽ എത്ര ഗ്ലാസ് പായസം കുടിക്കാൻ പറ്റും മാതാജിക്ക്? 2 ഗ്ലാസ്. 2 ഗ്ലാസ്. 3-ാമത്തെ ഗ്ലാസ് കിട്ടിയാൽ എന്താവും? മടുത്തു പോകും. മടുക്കും. 4-ാമത്തെ ഗ്ലാസ് നിർബന്ധിച്ച് കുടിപ്പിച്ചാലോ? ഛർദിക്കും. പറ്റില്ല, ഛർദിക്കും നമ്മളല്ലേ. സോ ദാറ്റ് മീൻസ് ദാറ്റ് ബിക്കംസ് എ പെയിൻ. നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറുകയാണ്. സോ ഈ ഭൗതികപരമായ ആനന്ദം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആനന്ദമാണെങ്കിലും നമുക്ക് ഒരു 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 സമയത്തേക്ക് ഒരുപക്ഷെ അത് ആനന്ദം എന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ പിന്നീട് അത് ദുഃഖമായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഞാനൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെയാണ് ലോങ് ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പായസം കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, 2 ഗ്ലാസ് വെച്ച് എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്നത് എന്താവും? ഒരു വർഷം കുടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഷുഗർ അങ്ങ് അക്യൂട്ട് സ്റ്റേജിൽ പോയിട്ട് 350-400 ഒക്കെ ആയിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ട് മാറും. ഇറ്റ്സ് ലോങ് റൺ. ഐ എം ജസ്റ്റ് സേയിങ് ആൻ എക്സാമ്പിൾ വേ. ഇതുപോലെയാണ് ഇപ്പൊ നമ്മളൊരു സ്ലൈഡിൽ കണ്ടു, മെറ്റീരിയൽ ഭൗതികപരമായ ആനന്ദം എന്ന് നേടാൻ സാധിക്കുക, അല്ലെങ്കിൽ സെൻസ് എൻജോയ്മെന്റ് നേടാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ക്രിയേറ്റ് കർമ്മബന്ധനം. നമുക്ക് കർമ്മബന്ധനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതാണ് പ്ലഷർ എന്ന് പറയുന്ന പെയിൻ ആണെന്ന് പറയാൻ കാരണം. രണ്ടാമത് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് രസം കേട്ടാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖവും അനുഭവിക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതെ പ്രഭു. അതാണ് പീപ്പിൾ. വ്യക്തികളിൽ നിന്ന് നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. നമ്മൾ വിചാരിക്കും ഈ വ്യക്തിയായിരിക്കും നമ്മുടെ എല്ലാം, പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ആ വ്യക്തിയിൽ നിന്നായിരിക്കും. സോ ഇതാണ് അപ്പൊ ഒരു ഇതായിട്ട് നമ്മൾ പറയുകയാണ്. അപ്പം ഇതാണ് ഇത് മനസ്സിലായാൽ മതി. പൊസഷൻസ് മനസ്സിലായി, മതി പറഞ്ഞു. പൊസഷൻസ് മനസ്സിലായി, പൊസിഷൻസ് മനസ്സിലായി. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു മാനേജീരിയൽ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. താഴെ വർക്ക് ചെയ്യുന്ന ഒരു 5 സബ് അല്ലെങ്കിൽ ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെന്റ് മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 5 പേരുണ്ട്. ഈ 5 പേരും ആ പൊസിഷനിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് പോകണം എന്ന് ആര് പോയാലും ആ ആളിനെ മറ്റു 4 പേരോട് ചേർന്ന് പിടിച്ചു വലിച്ച് താഴെ ശ്രമിക്കും. ശരിയാണോ? സോ ഇതാണ് നമുക്ക് അവിടെ നേടുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന പ്രയാസം. ഇപ്പൊ നമ്മളിപ്പം എക്സാമ്പിൾ ഇപ്പൊ ഇന്ന് ഇലക്ഷൻ നടക്കുന്നു. ഏതെങ്കിലും രീതിയിൽ അടുത്ത പാർട്ടിയെ തോപ്പിക്കണം, അതിനുവേണ്ടി എന്ത് ക്രൂക്ക് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ അതിനുവേണ്ടി തോൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. സോ അതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. സോ പെന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പൈസ നമുക്ക് ഏത് രീതിയിലും ഇറ്റ്സ് എ ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ ലക്ഷ്മിയെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നു വിത്തൗട്ട് നാരായണ. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ക്ലിയർ ആണോ മാതാജി? ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. മനസ്സിലായി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞോളൂ. ഈ സാഖ്യയോഗം എന്ന് പറഞ്ഞാല് ഭൗതിക ലോകവുമായുള്ള ബന്ധമാണോ? സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ലോകങ്ങളുടെ അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. ഞാൻ പറഞ്ഞു 24 ഘടകങ്ങൾ അടങ്ങുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ചെയ്തുകൊണ്ട്, അനലിറ്റിക്കലായിട്ട് പഠിച്ചുകൊണ്ട്, അതിന്റെ യഥാർത്ഥമായ പൊസിഷൻ മനസ്സിലാക്കി, നമ്മൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല, നമ്മൾ ഭഗവത് ധാമിൽ ജീവിക്കേണ്ടവരാണ് എന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നിടം വരെ നമ്മൾ അനലിറ്റിക്കൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം.
അതിന്റെ അവസാനമാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ എക്സ്റ്റേണൽ ബോഡി അല്ലെങ്കിൽ ഭൗതിക ശരീരം എന്ന് പറയുന്ന ഗ്രോസ് ബോഡിയും സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും അതിൽ നിന്ന് വന്ന് നമ്മുടെ തന്മാത്രകളും അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പോയിട്ട് അവസാനം ഇതൊന്നുമല്ല ഞാൻ, ഈ 24 ഘടകങ്ങളും അല്ല ഞാൻ യഥാർത്ഥത്തിൽ ആത്മാവാണ് എന്ന തത്വത്തിലേക്ക് എത്തുന്ന സ്റ്റേജ് വരെയുള്ള അനലിറ്റിക്കൽ സ്റ്റഡിയെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. മനസ്സിലായോ മാതാജി? ഹരേ കൃഷ്ണ. മാതാജി ക്ലിയർ ആണോ? ക്ലിയർ ആയി പ്രഭുജി. ഹരേ കൃഷ്ണ. ആരാണ് ചോദിച്ചത്? ആരാണ് ഒന്ന് പറയാൻ പേരെന്ന് പറഞ്ഞു? ഉഷാറാണിയാണ്. ഉഷാറാണി മാതാജി. ഹരേ കൃഷ്ണ. മാതാജി എവിടെ നിന്നാണ്? ഞാന് കോഴഞ്ചേരി. ഓക്കെ. നമ്മൾ അന്ന് അവിടെ വെച്ച് കണ്ടതാണ് അല്ലേ? അതെ, വളരെ സന്തോഷം. ചെറുകുഴപ്പമില്ല, വളരെ സന്തോഷം കണ്ടതിൽ മാതാജി വന്ന് ജോയിൻ ചെയ്യുന്നതിൽ. ഞാൻ പേര് കാണാറുണ്ട് മാതാജിയുടെ, ഉഷാറാണി എന്ന പേര് ഞാൻ എല്ലാ ദിവസവും നോട്ടീസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും തുടർന്ന് വരികയും വളരെ സന്തോഷം വന്നതിൽ. ഹരേ കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി.